തുടർച്ചയായി 2 തവണ ഒരു മുന്നണി അധികാരത്തിൽ വരികയും 5 വർഷം എന്ന ഭരണഘടനാപരമായ കാലാവധി ഓരോ സർക്കാരും പൂർണ്ണമായി തികയ്ക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സുസ്ഥിരമായ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു ഭൂതകാലമുണ്ട് നമുക്ക്. 5 വർഷങ്ങൾ, 6 വ്യത്യസ്ത മന്ത്രിസഭകൾ, 2 തെരഞ്ഞെടുപ്പുകൾ, ഒരു രാഷ്ട്രപതി ഭരണം. കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ 1977-നും 1982-നും ഇടയിലുള്ള ആ 5 വർഷക്കാലം പോലെ സംഭവബഹുലമായ അസ്ഥിരത നിറഞ്ഞ മറ്റൊരു കാലഘട്ടമില്ല. അധികാരമോഹങ്ങളുടെ, ആശയപരമായ വിയോജിപ്പുകളുടെ, മുന്നണി മാറ്റങ്ങളുടെ, നാടകീയമായ കാലുമാറ്റങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു ആ നാളുകളിൽ കേരളം കണ്ടത്. ഒരു രാഷ്ട്രീയ ത്രില്ലർ സിനിമയെ വെല്ലുന്ന ആ 5 വർഷങ്ങളുടെ ചരിത്രം യഥാർത്ഥത്തിൽ ആധുനിക കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിർണയിച്ച ഒരു വലിയ പാഠപുസ്തകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യം മുഴുവൻ ഒരു മാറ്റത്തിനായി കാത്തിരുന്ന സമയമായിരുന്നു അത്. 1977-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും കേരളത്തിൽ ചിത്രം മറിച്ചായിരുന്നു. ആകെയുള്ള 140-ൽ 111 സീറ്റുകൾ നേടി ഐക്യമുന്നണി വൻ ഭൂരിപക്ഷത്തോടെയാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിലുണ്ടായ വലിയ പിളർപ്പിന് ശേഷം CPI കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ആ ഐക്യമുന്നണി സർക്കാർ ഒരു വലിയ രാഷ്ട്രീയ സുസ്ഥിരത കേരളത്തിന് നൽകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ സംഭവിക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം. 1977 മാർച്ച് 25-ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് K. കരുണാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മികച്ച ഒരു ഭരണാധികാരി എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. എന്നാൽ അടിയന്തരാവസ്ഥയുടെ ഭൂതകാലം അദ്ദേഹത്തെ വേട്ടയാടാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന P. രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കാണാതായ സംഭവവും രാജൻ്റെ പിതാവ് ഈച്ചരവാര്യർ നടത്തിയ നിയമ പോരാട്ടങ്ങളും കേരള മനസാക്ഷിയെ വലിയ രീതിയിൽ പിടിച്ചുകുലുക്കിയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരനായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. രാജൻ കേസിൽ കോടതിയിൽ നിന്നും സർക്കാരിനും വ്യക്തിപരമായി കരുണാകരനുമെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായതോടെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒരു മുഖ്യമന്ത്രിക്ക് വെറും 1 മാസം തികയുന്നതിന് മുമ്പ് ഏപ്രിൽ 25-ന് തൻ്റെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഭരണത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ഒരു നേതാവിനെ നിയമവാഴ്ച എങ്ങനെ താഴെയിറക്കി എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ആ രാജി. കരുണാകരൻ്റെ രാജിക്ക് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം പെട്ടെന്ന് മാറിമറിഞ്ഞു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയത് അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന AK ആൻ്റണിയെയാണ്. 1977 ഏപ്രിൽ 27-ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രായം വെറും 37 വയസ്സ് മാത്രമായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന ചരിത്രപരമായ റെക്കോർഡോടെയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. ആദർശധീരനായ സൗമ്യനായ ഒരു യുവ നേതാവ് സംസ്ഥാനത്തിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നത് വലിയ പ്രതീക്ഷകളോടെയാണ് കേരള ജനത നോക്കിക്കണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളികൾ സംസ്ഥാനത്തിന് അകത്തു നിന്നായിരുന്നില്ല, മറിച്ച് ദേശീയ തലത്തിൽ നിന്നായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമായിരുന്നു അത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഐയും അവരെ എതിർക്കുന്ന ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെയും YB ചവാൻ്റെയും നേതൃത്വത്തിലുള്ള വിഭാഗവുമായി കോൺഗ്രസ് രണ്ടായി പിളർന്നു. കേരളത്തിൽ K. കരുണാകരൻ സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചപ്പോൾ AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം മറുപക്ഷത്താണ് നിലയുറപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ചിരുന്ന ആൻ്റണിക്ക് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്ന ഇന്ദിരാഗാന്ധി കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം അവർക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ച് AK ആൻ്റണി തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിയാൻ തീരുമാനിച്ചു. അധികാരത്തേക്കാൾ വലുത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1978 ഒക്ടോബർ 27-ന് അദ്ദേഹം രാജി സമർപ്പിച്ചു. 1.5 വർഷത്തോളം നീണ്ട ആ മന്ത്രിസഭയുടെ പതനം കേരളത്തെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടു. ആൻ്റണിയുടെ രാജി സൃഷ്ടിച്ച ശൂന്യത നികത്താൻ കോൺഗ്രസ് മുന്നണിയിലെ അടുത്ത വലിയ കക്ഷിയായ CPI തയ്യാറായി. അങ്ങനെ CPI നേതാവായ PK വാസുദേവൻ നായർ അഥവാ PKV 1978 ഒക്ടോബർ 29-ന് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു.
സൗമ്യനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ അലയടിക്കുന്നുണ്ടായിരുന്നു. 1964 പിളർപ്പിന് ശേഷം CPM-ഉം CPI-യും ഇരു ചേരികളിലായാണ് നിന്നിരുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ വലതുപക്ഷ ശക്തികൾ കരുത്താർജിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് CPI തിരിച്ചറിഞ്ഞു. ഇതിനായി കോൺഗ്രസ് മുന്നണിയിൽ നിന്നും പുറത്തു വരണമെന്ന പാർട്ടി തീരുമാനം വന്നതോടെ ഒരു നിമിഷം പോലും വൈകാതെ PK വാസുദേവൻ നായർ രാജിവെച്ചു. അങ്ങനെ മറ്റൊരു മന്ത്രിസഭ കൂടി ചരിത്രത്തിലേക്ക് മറഞ്ഞു. തുടരെയുള്ള രാജികൾക്കൊടുവിൽ കേരളം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനും സാക്ഷ്യം വഹിച്ചു. ഭരണഘടനാപരമായ പ്രതിസന്ധി ഒഴിവാക്കാൻ മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം വലിയ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. അസാമാന്യനായ വാഗ്മിയും ഭരണതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. എന്നാൽ ആ മന്ത്രിസഭയുടെ അടിത്തറ വളരെ ദുർബലമായിരുന്നു. പല പാർട്ടികളുടെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെയാണ് ആ സർക്കാർ നിലനിന്നിരുന്നത്. എങ്കിലും വിദ്യാഭ്യാസ രംഗത്തടക്കം പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ മറ്റു കക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ ആ മന്ത്രിസഭയ്ക്ക് വെറും 50 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1979 നവംബർ 30 നിയമസഭ പിരിച്ചുവിടുകയും ഡിസംബർ 1 CH രാജിവെക്കുകയും ചെയ്തതോടെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് നീങ്ങി. രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1980 ജനുവരിയിൽ സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ കേരളം കാണുന്ന LDF, UDF എന്ന ഇരുമുന്നണി സംവിധാനത്തിലേക്ക് പൂർണ്ണമായ രൂപം നൽകിയത്. CPM-ഉം CPI-യും ഒരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് LDF രൂപീകരിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് A വിഭാഗവും KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് M വിഭാഗവും അന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിൽ വരികയും EK നായനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ജനകീയനായ നായനാരുടെ നേതൃത്വത്തിൽ ഒരു സുസ്ഥിര സർക്കാർ കേരളം സ്വപ്നം കണ്ടു. എന്നാൽ മുന്നണി രാഷ്ട്രീയത്തിലെ പൊരുത്തക്കേടുകൾ അവിടെയും വില്ലനായി വന്നു. കോൺഗ്രസ് A വിഭാഗത്തിനും കേരള കോൺഗ്രസിനും CPM-ന്റെ നയങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അവർ മുന്നണി വിട്ടതോടെ മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ആ സർക്കാരും 1981 ഒക്ടോബറിൽ നിലംപൊത്തി. നായനാർ സർക്കാരിൻ്റെ പതനത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ പുതിയൊരു സഖ്യം രൂപപ്പെട്ടു. AK ആന്റണിയും KM മാണിയും വീണ്ടും K കരുണാകരനൊപ്പം ചേർന്നു. അങ്ങനെ 1981 ഡിസംബർ 27 K കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. എന്നാൽ ആ സർക്കാരിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. 140 അംഗ നിയമസഭയിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും കൃത്യം 70 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ കണ്ടെത്തിയ വഴി സ്പീക്കർ AC ജോസിൻ്റെ കാസ്റ്റിംഗ് വോട്ടായിരുന്നു. നിയമസഭയിൽ സമനില വരുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട സ്പീക്കറുടെ വോട്ട് ഉപയോഗിച്ച് ഭരണപക്ഷം എല്ലാ ബില്ലുകളും പാസ്സാക്കിയെടുത്തു. ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിചിത്രമായ ഒരു ഭരണകാലമായിരുന്നു അത്. ഏത് നിമിഷവും താഴെ വീഴാവുന്ന ആ സർക്കാരിൻ്റെ അന്ത്യം കുറിച്ചത് കേരള കോൺഗ്രസ് അംഗമായിരുന്ന ലോനപ്പൻ നമ്പാടൻ്റെ അപ്രതീക്ഷിത കാലുമാറ്റത്തോടെയാണ്. ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അങ്ങനെ 1982 മാർച്ച് 17 കരുണാകരൻ സർക്കാർ രാജി സമർപ്പിച്ചു. വെറും 5 വർഷത്തിനിടയിൽ 6 പേർ മുഖ്യമന്ത്രി കസേരയിലിരുന്ന ആ കാലഘട്ടം വെറുമൊരു രാഷ്ട്രീയ അസ്ഥിരതയുടെ കഥ മാത്രമല്ല പറയുന്നത്. ജനാധിപത്യത്തിൽ സഖ്യങ്ങൾ രൂപീകരിക്കുമ്പോഴും അവ നിലനിർത്തുമ്പോഴും പുലർത്തേണ്ട രാഷ്ട്രീയ ധാർമ്മികതയുടെ ആവശ്യകതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും താൽപ്പര്യങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ സുസ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന വലിയ പാഠം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പഠിച്ചത് ഈ അനുഭവങ്ങളിൽ നിന്നാണ്. 1982 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഈ നാടകീയതകൾ ആവർത്തിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വ്യക്തമായ ആശയങ്ങളുടെയും നയങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുന്നണികൾ രൂപീകരിക്കാനും കാലാവധി പൂർത്തിയാക്കാനും രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് ശ്രദ്ധിച്ചു. അധികാരക്കൊതിയും പിളർപ്പുകളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ആ 5 വർഷങ്ങൾ ആധുനിക കേരള രാഷ്ട്രീയത്തെ കൂടുതൽ പക്വതയുള്ളതാക്കി മാറ്റുന്നതിനുള്ള ഒരു ആലയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ജനാധിപത്യം അതിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലൂടെ കടന്നുപോയ ആ ചരിത്രം വരും തലമുറകൾക്ക് എന്നും ഒരു ഓർമ്മപ്പെടുത്തലായി അങ്ങനെ നിലനിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.